നീലം നിരകളാടും ഹരിത ചാരുതീരം യോരം കളവേളം കവിത പാടും തീരം കായലകൾ പുൽകും വലിയുമെന്ന കാറ്റ് ഇളചാരി നിലയാടും കുളിരുലാവുന്നാട് നിറപൊലിയേ നാമെന്നലിയ പേരിനാ പൊതുവിളവേരും കോരിയ നാടിനാ പാടാ കുട്ടനടിനീല കേരളീലകളാടും ഒരു ഹരിത ചാരുതീരം നയോരം കളവേളം കവിത പാടും തീരം. ആകാശവാണി തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. അടുത്തായിട്ട് ആരോഗ്യരംഗം. ആരോഗ്യരംഗത്തിൽ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് സ്വാമി കുക്കുടാനന്ദ കുടൂരാനന്ദ. യോഗാസനത്തെക്കുറിച്ച് സ്വാമി കുക്കുടാനന്ദ കുടൂരാനന്ദ ഞങ്ങളോട് സംസാരിക്കുന്നു. നമസ്കാരം. യോഗാസനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആസനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വരും. അതായത് യോഗാസനം എന്ന് പറയുന്നത് യോഗമുള്ളവർക്കുള്ള ഒരു തരം ആസനമാണ്. പക്ഷേ ശ്രമിച്ചാൽ എല്ലാവർക്കും നേടാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ലളിതമായ മലയാള ഭാഷയിൽ പറഞ്ഞാൽ യോഗാസനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഊഷ്മാവിന്റെ ഊഷ്മളമായ നിലനിൽപ്പിനാവശ്യമായ നിർലോഭ ഉൾപ്രേരണകളുടെ ആവിർഭാവങ്ങളുടെ അഭാവത്തിലുണ്ടാകുന്ന ബഹിർഗമനത്തിലൂടെ വിസ്ഫടനങ്ങളുടെ ഉത്ഭവങ്ങളിലുണ്ടാകുന്ന ആന്തരികമായ സമസ്ത മസ്തിഷ്ക പ്രക്ഷാളത്തിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് യോഗാസനം. ഇതുകൊണ്ടാണ് സംസ്കൃതത്തിൽ പുണ്ടരേ മണ്ഡരീകാര ചണ്ടരോ കുണ്ടരാത്മജ എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞതിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ ഇതത്ര നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല. ഭർഗോ ദേവസീ മതി എന്നുകൂടി സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഭാർഗവനെയും ദേവസയും പോലുള്ള മഹാന്മാരുടെ ആസനമാണ് യോഗാസനം. യോഗാസനത്തെക്കുറിച്ച് പ്രശസ്ത ചിന്തകനും നിരൂപകനും അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ അളിയനുമായ ആഷ് ബുഷ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ മോണോപ്പൊളി ഓഫ് ദ ഇൻകോർഡിക്കേഷൻ ഓഫ് ദ ഫുൾ ആപ്ലിക്കേഷൻ ബൈ ദ സർക്കംസ്റ്റാൻസ് ഓഫ് ദ നേഷൻ ഇൻ ദ സിവിലൈസേഷൻ ആൻഡ് പൊളിറ്റേഷൻ ആൻഡ് ഫയറ്റേഷൻ എന്നാണ്. ആദ്യമായി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ആസനങ്ങൾ പരിശീലിക്കാം. ആദ്യം ശ്വാസം ഒന്ന് വലിക്കുക, പിന്നെയും വലിക്കുക, കൂടുതൽ നന്നായി വലിക്കുക. സാധാരണ ഇത്തരത്തിൽ കുറച്ച് തവണ വലിച്ചാൽ പിന്നെ അധികകാലം വലിക്കേണ്ടതായി വരുന്നില്ല. അടുത്തായി നിങ്ങളുടെ ഇടത് കൈ ദൃഷ്ടിക്ക് സമാന്തരമായി ഉയർത്തുക, ദൃഷ്ടി നേരെയാക്കുക. ഇപ്പോൾ സമയം അറിയാൻ കഴിയുന്നു. ഇതിൽ നിന്നും നിങ്ങൾ കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി കൈ രണ്ടും സാവധാനം മുകളിലേക്ക് ഉയർത്തുക, എന്നിട്ട് അതുപോലെ തന്നെ താഴേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളതായി അറിയില്ല. അടുത്തായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആസനമാണ്. നിങ്ങളുടെ ഇടത് കൈ തോളിന് സമാന്തരമായി ഉയർത്തുക, അതുപോലെ തന്നെ വലത് കൈ ഉയർത്തുക, ഇടതുകാൽ സമാന്തരമായി ഉയർത്തിപ്പിടിക്കുക, അതുപോലെ തന്നെ വലതുകാൽ. ഇപ്പോൾ നിങ്ങൾ തറയിലാണ്. ഇതിനാണ് തറാസനം എന്ന് പറയുന്നത്. സ്വന്തം അപ്പം പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ആസനങ്ങൾ ചെയ്യരുത്. യോഗാസനത്തിൽ ഇതൊരു പാഠമാണ്. ഇനി ഇന്നത്തെ പ്രധാന ആസനം. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കായി ഒരു കാര്യം. ഈ ആസനം സ്ഥിരമായി ചെയ്യുന്നവർക്ക് കുത്തിക്കുത്തിയുള്ള ചുമ, പനി, കഫക്കെട്ട്
ഇത്തരത്തിലുള്ള രോഗം ഉണ്ടാകുന്നതല്ല. ആദ്യമായി ഒന്ന് ഞെരിഞ്ഞ മരുക, അതിനുശേഷം ഇടത് കാലിനടിയിലൂടെ കഴുത്ത് പിന്നിൽ പിടിക്കുക. അതുപോലെ തന്നെ വലത് കാലിനടിയിലൂടെ കഴുത്തിന് പിന്നിൽ പിടിക്കുക. ശ്വാസം മേലേക്ക് വലിക്കാൻ ശ്രമിക്കുക. വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു പന്തിന്റെ അകത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആസനത്തിന്റെ പേര് പന്താസനം എന്നാണ്. ഇത് യോഗാസനത്തിലെ ഒരു തരം കുരുക്കാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തരം കുരുക്ക്. ഈ കുരുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് യോഗാസനത്തെ കുറിച്ചുള്ള ആരോഗ്യരംഗത്തിന്റെ അടുത്ത ഭാഗത്തിൽ കാണാൻ മറക്കരുത്. ഇതേ ദിവസം ഇതേ സമയം. तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना ओ साथी रे, तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना। फूलों में गलियों में, सपनों की गलियों में, फूलों में गलियों में, सपनों की गलियों में, तेरे बिना कुछ कहीं ना, तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना। हर धड़कन में प्यास तेरे, सांसों में तेरी खुशबू है। इस धरती से उस अंबर तक मेरी